എല്ലാവർക്കും നമസ്കാരം. നാളെ പ്രദോഷം. പ്രദോഷവ്രതത്തിന് പിന്നിലുള്ള ഐതിഹ്യം എല്ലാവർക്കും അറിയാമോ? പുരാതന കാലത്ത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതം നേടുന്നതിനായി ക്ഷീരസാഗരം മഥിക്കാൻ തീരുമാനിച്ചു. മന്ദര പർവ്വതത്തെ മഥനദണ്ഡമാക്കിയും വാസുകി നാഗത്തെ കയറാക്കിയും അവർ സമുദ്രമഥനം ആരംഭിച്ചു. മഥനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം പുറത്തു വന്നത് കാളകൂട വിഷമായിരുന്നു. ആ വിഷത്തിന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. വിഷത്തിന്റെ ചൂടിൽ ദേവന്മാരും അസുരന്മാരും ഭയന്നോടി. ലോകം രക്ഷിക്കാൻ ആരും മുന്നോട്ടു വന്നില്ല. അപ്പോൾ എല്ലാവരും മഹാദേവനെ അഭയം പ്രാപിച്ചു. ഭക്തരുടെ ദുഃഖം കണ്ട ശിവഭഗവാൻ ആ മഹാവിഷം കയ്യിലെടുത്തു കുടിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ വലിയ ലോകം നശിക്കുമെന്ന് മനസ്സിലാക്കിയ പാർവതീദേവി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ അമർത്തിപ്പിടിച്ചു. വിഷം അദ്ദേഹത്തിന്റെ കഴുത്തിൽ തങ്ങി നിൽക്കുന്നതിനാൽ കഴുത്ത് നീല നിറമായി. അതിനുശേഷം ശിവൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വിഷത്തിന്റെ പ്രഭാവം മൂലം ലോകമെമ്പാടും ആശങ്ക നിറഞ്ഞു. അന്ന് ത്രയോദശി തിഥിയിലെ സന്ധ്യാസമയമായിരുന്നു. ദേവന്മാർ കൈലാസത്തിൽ ശിവനെ ചുറ്റി നിന്നുകൊണ്ട് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നന്ദീശ്വരന്റെ മുമ്പിൽ അവർ ഭഗവാനെ ആരാധിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥനയിൽ പ്രസാദിച്ച ശിവൻ സന്ധ്യാസമയത്ത് ആനന്ദ താണ്ഡവ നൃത്തം ചെയ്തു. ദേവന്മാർക്ക് അനുഗ്രഹം നൽകി ലോകത്തെ രക്ഷിക്കുകയും ചെയ്തു. ഈ ദിവ്യ സംഭവം നടന്ന സന്ധ്യാസമയമാണ് പ്രദോഷകാലം എന്നറിയപ്പെടുന്നത്. അന്നു മുതൽ എല്ലാ ത്രയോദശി ദിവസങ്ങളിലും സന്ധ്യാസമയത്ത് ശിവനെ ആരാധിക്കുന്ന പതിവ് ആരംഭിച്ചു. ഇതാണ് പ്രദോഷവ്രതത്തിന്റെ ഉത്ഭവമായി പറയപ്പെടുന്ന പ്രധാന ഐതിഹ്യം. പ്രദോഷവ്രതത്തിന്റെ മഹത്വം എന്തെന്നാൽ ശിവഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ്. പാപക്ഷയമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കുടുംബ സൗഖ്യം, ഐശ്വര്യം, ആരോഗ്യവർദ്ധന എന്നിവ ലഭിക്കുമെന്ന് ഭക്തർ കരുതുന്നു. നന്ദീശ്വരനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ പുണ്യകരമാണ്. അതുകൊണ്ടാണ് ശിവഭക്തർ പ്രദോഷ ദിനത്തിൽ ഉപവസിച്ച് സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ആരാധിക്കുന്നത്. ഇനി പ്രദോഷവ്രതം എങ്ങനെയെല്ലാം അനുഷ്ഠിക്കാമെന്ന് നോക്കാം. പ്രദോഷം ത്രയോദശി തിഥിയിലെ സന്ധ്യാസമയത്താണ്. സൂര്യാസ്തമയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുമ്പും ശേഷവും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയോടെ ശിവഭഗവാനെ ധ്യാനിക്കുക. ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. വ്രതസങ്കല്പം എടുക്കുക. പലരും ദിവസം മുഴുവൻ ഉപവസിക്കുന്നുണ്ട്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് പഴം, പാൽ, വെള്ളം എന്നിവ മാത്രം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം. സ്വാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക. മാംസാഹാരം, മദ്യം എന്നിവ ഒഴിവാക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ശിവലിംഗത്തിൽ ജലം, പാൽ, ഇളനീർ എന്നിവ അഭിഷേകം നടത്താം. ഓം നമഃശിവായ, മഹാമൃത്യുഞ്ജയ മന്ത്രം എന്നിവ ജപിക്കുക. നന്ദീശ്വരനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക. അന്നേ ദിവസം ജപിക്കാവുന്ന മന്ത്രം ഓം നമഃശിവായ എന്നതാണ്. അല്ലെങ്കിൽ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയ മാമൃതാത് ജപിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്? പ്രദോഷ പൂജയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി ലഘുഭക്ഷണത്തോടെ വ്രതം അവസാനിപ്പിക്കാം. ഭഗവാനോട് പ്രാർത്ഥിച്ച് കുടുംബത്തിന്റെയും ലോകത്തിന്റെയും ക്ഷേമം അഭ്യർത്ഥിക്കുക. ശിവപുരാണത്തിൽ പ്രദോഷവേളയിൽ ശിവാരാധന നടത്തുന്നത് വളരെ പുണ്യപ്രദമാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മുടങ്ങാതെ 12 പ്രദോഷ വ്രതങ്ങൾ എടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് നടക്കുന്നതാണ്. വിശ്വാസത്തോടെ ചെയ്യൂ, ഫലം ഉറപ്പായി ലഭിക്കും. നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ഓം നമഃശിവായ എന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ആത്മീയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.